9 മണിയോടുകൂടി ഈ വിവാഹ ചടങ്ങുകൾ നടക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും 9 മണിയോടുകൂടി തന്നെ വിവാഹ ചടങ്ങുകൾ നടക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമന്ത്രി എന്തായാലും വീണ്ടും ഈ ശ്രീവത്സത്തിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം വസ്ത്രം മാറിയതിനു ശേഷം തിരികെ എത്തും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒരു 10 മിനിറ്റിനകം അദ്ദേഹം വീണ്ടും ഈ വിവാഹം നടക്കുന്ന ഈ മണ്ഡപത്തിലേക്ക് എത്തും. നിലവിൽ ഇതിന്റെ ക്രമീകരണങ്ങൾ ഇങ്ങനെയാണ്. കിഴക്കേ നടയുടെ ഒരു വശത്ത്, അതായത് വലതുവശത്തായി ഈ മണ്ഡപങ്ങൾ നിൽക്കുന്നത് അവിടെയാണ് വിവാഹം നടക്കുക. അതിന് എതിർവശത്ത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലാണ് നിലവിൽ ഈ വിവാഹം കാണാനെത്തിയിട്ടുള്ള താരങ്ങളടക്കമുള്ളവരെ ഇരുത്തുന്നത്. അവിടെ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന മേഖലയിൽ അവരെ ഇരുത്തുന്നുണ്ട്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ക്യാമറ ഒന്ന് മാറ്റുകയാണെങ്കിൽ ഇപ്പോൾ ഈ അലി അക്ബർ ഇവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കുന്ന കാണാം. കല്യാണം കാണാൻ വേണ്ടി അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയതാണ്. പക്ഷേ ഇത് ഈ കിഴക്കേ നടയിലൂടെ ആരെയും അകത്തേക്ക് കടത്തിവിടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇവിടെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ തടഞ്ഞിരിക്കുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹവും കുടുംബസമേതമാണ് ഈ അലി അക്ബർ എത്തിയത്. പക്ഷേ അദ്ദേഹത്തെയും ഇപ്പോൾ ഇവിടെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ അത് പറയുന്നത് തെക്കേ നടയിലൂടെ വേണം ഇങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അത്തരത്തിൽ തെക്കേ നടയിലൂടെ കൂടുതൽ ഈ താരപ്രമുഖരടക്കമുള്ളവർ അങ്ങോട്ടേക്ക് എത്തുന്നു. പ്രത്യേകിച്ചും മോഹൻലാൽ എത്തി. അതുപോലെ തന്നെ അല്പസമയത്തിനകം മമ്മൂട്ടി അങ്ങോട്ടേക്ക് എത്തും എന്നറിയിച്ചിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി സിനിമാ സംവിധായകർ അടക്കമുള്ളവർ എല്ലാവരും തന്നെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവരെല്ലാവരെയും തന്നെ ഈ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം സജ്ജീകരിച്ച ഇരിപ്പിടത്തിലാണ് ഇരുത്തിയിരിക്കുന്നത്. അതിന് എതിർവശത്താണ് ഈ കതിർമണ്ഡപമുള്ളത്. ആ മണ്ഡപത്തിൽ വെച്ചായിരിക്കും വിവാഹം നടക്കുക. പ്രധാനമന്ത്രി എന്തായാലും നിലവിൽ ഉള്ളത് ഇപ്പോൾ ഈ ശ്രീവത്സത്തിന്റെ വിശ്രമ കേന്ദ്രത്തിലാണുള്ളത്. അവിടെ നിന്ന് അദ്ദേഹം ഈ വസ്ത്രം മാറിയതിനു ശേഷം അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഈ ഇലക്ട്രിക് വാഹനത്തിൽ, അതായത് നേരത്തെ ഇങ്ങോട്ടേക്ക് എത്തിയ ഇലക്ട്രിക് വാഹനമുണ്ട്, ആ ഇലക്ട്രിക് വാഹനത്തിൽ തന്നെ ഈ ശ്രീവത്സത്തിൽ നിന്ന് അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തും. ഇങ്ങോട്ട് എത്തിയതിനു ശേഷം അദ്ദേഹം ഈ വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും അദ്ദേഹത്തെ ഈ സ്വർണ്ണ തളിക നൽകിക്കൊണ്ടായിരിക്കും സുരേഷ് ഗോപി ഈ വിവാഹ ചടങ്ങിലേക്ക് സ്വീകരിക്കുക. പ്രധാനമന്ത്രി എത്തുന്ന സമയത്ത് തന്നെ ഈ അദ്ദേഹത്തിനൊപ്പം അദ്ദേഹം പങ്കെടുക്കുന്ന ചടങ്ങായതുകൊണ്ട് തന്നെ കതിർ മണ്ഡപത്തിൽ അധികം ആളുകളെ, ഈ വിവാഹം നടക്കുന്ന മണ്ഡപത്തിൽ അധികം ആളുകളെ അനുവദിക്കില്ല എന്ന് നേരത്തെ തന്നെ ഈ SPG അടക്കമുള്ളവർ അറിയിച്ചിട്ടുണ്ട്. അത്രയും അടുത്ത കുടുംബാംഗങ്ങളും അത്രയും വേണ്ടപ്പെട്ട ആളുകളും മാത്രമായിരിക്കും ഈ വിവാഹം നടക്കുന്ന ഈ മണ്ഡപത്തിൽ ഉണ്ടാവുക. പ്രധാനമന്ത്രി ആ ചടങ്ങിൽ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ പ്രധാനമന്ത്രി മണ്ഡപത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമാണ് ഈ അനുവാദം ഉണ്ടാവുക. അതിന്റെ ഒരു ക്രമീകരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിവാഹം കാണാനെത്തിയ ഒത്തിരി ആളുകളുണ്ട്. മോഹൻലാൽ അടക്കമുള്ള താരസാന്നിധ്യമുണ്ട്. അവരെല്ലാവരും തന്നെ എതിർവശത്ത്, അതായത് ഇതിന് എതിർവശത്തുള്ള മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ അവർക്ക് പ്രത്യേക ഇരിപ്പിടങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ആ ഇരിപ്പിടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇവർക്ക് ഈ വിവാഹം വീക്ഷിക്കാം, വിവാഹം കാണാം. അതോടൊപ്പം തന്നെ ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ കുറേ അധികം ആളുകൾ, അതായത് പഴയകാല സുഹൃത്തുക്കളുണ്ട്, ഇദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരുണ്ട്, അവരെല്ലാവരും തന്നെ ഈ ഗോകുലം പാർക്കിലുണ്ട്. അവിടെ വച്ചാണ് ഈ 10 മണി മുതൽ ഈ വിവാഹ സൽക്കാരം നടക്കുക. ഈ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാനും വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ ആളുകളുമുണ്ട്. അവരിൽ പാസ് ലഭിക്കാത്ത, അല്ലെങ്കിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ അനുമതി ലഭിക്കാത്ത ആളുകളെല്ലാം നിലവിൽ ഈ ഗോകുലം പാർക്കിലാണുള്ളത്. അവിടെ ഇവർക്ക് ഈ വിവാഹം വീക്ഷിക്കുന്നതിന് വേണ്ടി പ്രത്യേക സജ്ജീകരണങ്ങൾ, അതായത് വലിയ സ്ക്രീനിൽ ഈ വിവാഹം കാണാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ കുറേ അധികം ആളുകൾ ഗോകുലം പാർക്കിൽ ഇരുന്നു കൊണ്ട് ഈ വിവാഹം വീക്ഷിക്കുന്നു. മറുവശത്ത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നേരിട്ട് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന വിവാഹം കാണാൻ വലിയ ഒരു താര സാന്നിധ്യം തന്നെ, അല്ലെങ്കിൽ താരരാജാക്കന്മാർ അടക്കം കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. അല്പസമയത്തിനകം മമ്മൂട്ടിയും ഇങ്ങോട്ടേക്ക് എത്തും എന്ന് നമുക്ക് വിവരം വരുന്നുണ്ട്. മമ്മൂട്ടിയും ദുൽഖറും അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് എത്തും എന്ന് നമുക്ക് വിവരങ്ങൾ വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അവർ കൂടി 9 മണിയോടുകൂടി തന്നെ എത്തും. എന്തായാലും പ്രധാനമന്ത്രി വസ്ത്രം മാറി കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഈ ഇങ്ങോട്ടേക്ക്, അതായത് ഈ ഗുരുവായൂരപ്പന്റെ സന്നിധിയിലേക്ക്, അല്ലെങ്കിൽ വിവാഹം നടക്കുന്ന കതിർ മണ്ഡപത്തിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദേവസ്വത്തിന്റെ ഈ വിശ്രമ കേന്ദ്രത്തിൽ നിന്ന് അല്പസമയത്തിനകം അദ്ദേഹം ഈ ഇലക്ട്രിക് വാഹനത്തിൽ, അതായത് നേരത്തെയും ഈ ക്ഷേത്ര സന്ദർശനത്തിന് അദ്ദേഹം എത്തിയത് ഈ പ്രത്യേകം സജ്ജീകരിച്ച ഇലക്ട്രിക് വാഹനത്തിലായിരുന്നു. ആ വാഹനത്തിൽ തന്നെ അദ്ദേഹം വീണ്ടും ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തും. ക്ഷേത്ര സന്നിധിയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ സുരേഷ് ഗോപി സ്വർണ്ണ തളിക നൽകിക്കൊണ്ട് സ്വീകരിച്ച് അദ്ദേഹത്തെ ഈ കതിർ മണ്ഡപത്തിലേക്ക് കൊണ്ടുവരും. അവിടെ ഭാഗ്യയും അതുപോലെ തന്നെ ശ്രേയസ്സും കാത്തിരിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ, അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അങ്ങനെ ഗുരുവായൂരിൽ ഒരു വിവാഹം
നടക്കാൻ പോവുകയാണ്. എന്തായാലും ഇവിടെ ഇപ്പോൾ ഈ നമ്മൾ നിൽക്കുന്ന ഭാഗത്ത്, അതായത് കിഴക്കേ നടയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ക്യാമറയ്ക്ക് പുറകിലെല്ലാം നൂറുകണക്കിന് പ്രവർത്തകർ, അതായത് ഈ നടപ്പന്തലാകെ നിറഞ്ഞു കവിഞ്ഞ ഒരു ജനക്കൂട്ടമാണുള്ളത്. അവർ ഇങ്ങനെ പ്രധാനമന്ത്രിക്ക് മുദ്രാവാക്യമൊക്കെ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഉറക്കെ മുദ്രാവാക്യങ്ങളാൽ മുഖരിതമായിരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. കുറേയധികം പ്രവർത്തകർ തടിച്ചുകൂടിയിരിക്കുന്നു. അവരെല്ലാം മുദ്രാവാക്യം വിളിക്കുന്നു. അങ്ങനെ മറുവശത്ത് ഈ വിവാഹ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. അല്പസമയത്തിനകം പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രേയസും ഭാഗ്യയും എല്ലാവരും വിവാഹത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്നു. കാരണം അവരെ സംബന്ധിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന അപൂർവ നിമിഷം, ആ അപൂർവ നിമിഷത്തിന്റെ എക്സൈറ്റ്മെന്റിലാണുള്ളത്. കഴിഞ്ഞ ദിവസം ഈ ഭാഗ്യ ഈ ലൂർദ് പള്ളിയിൽ വന്ന സമയത്തെല്ലാം ഈ പറഞ്ഞതും അത് തന്നെയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു വിവാഹ ചടങ്ങ്, ആ വിവാഹ ചടങ്ങിൽ അത് തന്റെ വിവാഹത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രി എത്തുന്നു, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു വിവാഹം, അത് നടക്കുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് അത് കുടുംബാംഗങ്ങൾക്ക് ഉൾപ്പെടെയുണ്ട്. പ്രത്യേകിച്ച് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്കുമുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ നടന്ന വിവാഹങ്ങളുണ്ട്. ആ വിവാഹത്തിൽ പങ്കെടുത്ത അല്ലെങ്കിൽ വിവാഹം കഴിച്ച വധൂവരന്മാരെ എല്ലാം പ്രധാനമന്ത്രി ഇന്ന് ആശംസിക്കുകയും ചെയ്തു. അത്തരത്തിൽ ഇവിടെ, അതായത് ഗുരുവായൂരിൽ ഇങ്ങനെ ഒരു താരവിവാഹം, അതായത് താരരാജാവിന്റെ മകളുടെ വിവാഹം നടക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ചില നിയന്ത്രണങ്ങൾ ഉണ്ടാകും എന്നുള്ള കാർമേഘങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഇവിടെ പല വിവാഹങ്ങളും നടന്നു. ആ വിവാഹങ്ങളിൽ പങ്കെടുത്തവരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് കണ്ട് ആശംസിച്ചു. ഒടുവിൽ അതാ സുരേഷ് ഗോപിയുടെ മകളുടെ, അതായത് ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിന് ഇനി അല്പസമയങ്ങൾ മാത്രമാണുള്ളത്. പ്രധാനമന്ത്രി അല്പസമയത്തിനകം ഈ കിഴക്കേ നടയിലെ വിവാഹ കതിർമണ്ഡപത്തിന് അരികിലേക്ക് എത്തും. കതിർമണ്ഡപത്തിൽ എല്ലാവരും, അതായത് കുടുംബാംഗങ്ങൾ എല്ലാവരും എത്തി തുടങ്ങിയിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ മമ്മൂട്ടി ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. മമ്മൂട്ടിയുണ്ട്, മോഹൻലാൽ ഉണ്ട്, ദുൽഖർ സൽമാൻ എത്തും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹവും അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ദിലീപ് ഉണ്ട്. അങ്ങനെ തുടങ്ങി വലിയ ഒരു താരനിര തന്നെ ഈ കതിർമണ്ഡപത്തിന് മുന്നിൽ കാത്തു നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയമാണ് നമ്മൾ അതായത് കതിർമണ്ഡപത്തിന് എതിർവശത്തായി കാണുന്നത്. അത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയമാണ്. ആ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വിവാഹം കാണാൻ നിൽക്കുന്ന ആളുകളുണ്ട്. പ്രത്യേക പാസൊക്കെ വാങ്ങി വന്ന ആളുകളാണ്, അവരുണ്ട്. അതോടൊപ്പം തന്നെ ഈ ശ്രേയസിന്റെ കുടുംബാംഗങ്ങളുണ്ട്, അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങളുണ്ട്. അങ്ങനെ തുടങ്ങിയും ഒരു വലിയ താരനിര തന്നെ ഈ വിവാഹത്തിനെത്തുന്നു. അവരെല്ലാവരും തന്നെ വരുന്നത് ഈ തെക്കേ നടയിലൂടെയാണ്. ഇവർക്കെല്ലാവർക്കും തന്നെ പ്രവേശനമുള്ളത്. ബാക്കി എല്ലാ വഴികളും പൂർണ്ണമായും പോലീസ് അടച്ചിരിക്കുന്നു. അല്പസമയം മുമ്പ് ഇതിലെ എത്തിയ അലി അക്ബർ, അതായത് അദ്ദേഹം കിഴക്കേ നടയിലൂടെ അദ്ദേഹം വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തി. അപ്പോഴും അറിയിച്ചത് ഇതിലൂടെ പ്രവേശനമില്ല, പകരം തെക്കേ നടയിലൂടെ വേണം പ്രവേശിക്കാൻ എന്ന് നിർദ്ദേശിക്കുകയായിരുന്നു. അവർ ഇവിടുന്ന് പോലീസിന്റെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് അവർ തെക്കേ നടയിലേക്ക് മടങ്ങുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അത്തരത്തിൽ ഈ തെക്കേ നടയിലൂടെയാണ് ഈ കാണുന്ന താര നിരകളെല്ലാം, അതായത് ഇപ്പോൾ ദിലീപ് ആയാലും മമ്മൂട്ടി ആയാലും മോഹൻലാൽ ആയാലും എല്ലാവരും ഈ തെക്കേ നടയിലൂടെ ഇങ്ങോട്ടേക്ക് പ്രവേശിച്ചു. ഇവരെല്ലാവരും തന്നെ ഇപ്പോൾ ഈ കിഴക്കേ നടയിലെ വിവാഹ മണ്ഡപത്തിന് മുന്നിൽ, അതായത് കതിർ മണ്ഡപത്തിന് മുന്നിൽ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അല്പസമയത്തിനകം പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തും. പ്രധാനമന്ത്രി ഇപ്പോൾ ഈ ശ്രീവത്സത്തിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രധാനമന്ത്രി ശ്രീവത്സത്തിൽ നിന്ന് ഇറങ്ങി എന്നൊരു വിവരം വരുന്നുണ്ട്.